ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തായ്ലൻഡ് വ്ളോഗിൻ്റെ പാർട്ട് 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ. ബയോക്കെ സ്കൈ ഹോട്ടലിലെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു 8:15 ആയപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. കുറച്ച് സ്പീഡപ്പ് ചെയ്യാനുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാനായിട്ട് കേട്ടോ. ഈ ഒരു ഫ്ലോർ മൊത്തം ഫുഡാണ്. ഒരറ്റം തൊട്ട് മറ്റൊരറ്റം വരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഞാൻ അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. കാരണം ഈ ഒരു ഫുൾ ഫ്ലോർ വട്ടം കറങ്ങിയാലാണ് എനിക്കിവിടെയുള്ള എൻ്റയർ ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പുറത്തിരുന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നല്ല വെയിലും ഉണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു സൂപ്പ് കുടിച്ചങ്ങോട്ട് തുടങ്ങി. പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഞാനും ഏട്ടനും കൂടി ട്രൈ ചെയ്തു കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ മാത്രം മതി. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അവർ നമുക്ക് ഉണ്ടാക്കി തരും. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തേങ്ങാപ്പാലിൽ ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ വാഫിൾസും പാൻ കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ഫ്രൂട്ട്സ് ആണ്. ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ വേറെ എവിടെ നിന്ന് കഴിച്ചിട്ടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്തു. രാത്രി അത്രയും ആക്റ്റീവായിട്ടുള്ള സ്ട്രീറ്റ് തന്നെ ആയിരുന്നു ഇത് എന്നുള്ളത് കണ്ടിട്ട് എനിക്ക് അന്തം വിട്ടു പോയി. കാരണം രാവിലെ ഭയങ്കര ഡള്ളാണ് സ്ട്രീറ്റൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. ദോമ്യോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ക്രാബിയാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്നതുകൊണ്ട് തന്നെ ലഗേജിൻ്റെ വെയിറ്റ് ഒരു ഇഷ്യൂ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കെയർഫുള്ളായിരുന്നു. ഇത് മനസ്സ് വെച്ചിട്ട് തന്നെയാണ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. തായ്ലൻഡിൽ ശരിക്കും പറയുകയാണെങ്കിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് കുറേ ദിവസമുണ്ട് ട്രിപ്പിന് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. ഞങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ശരിക്കും പോകണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം തോന്നുന്ന സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്കോക്കിന് ഏകദേശം ഒരു 1 hour ജേർണി ഉണ്ട് ക്രാബിയിലേക്ക്. അങ്ങനെ ദേ നമ്മൾ ക്രാബി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഷെയർഡ് വാനാണ് ബുക്ക് ചെയ്തത് സ്റ്റേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കറൻസി എക്സ്ചേഞ്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ചെയ്യാം. ദേ ഈ വാനിലാണ് കേട്ടോ നമ്മൾ പോണത്. മൊത്തം ഞങ്ങൾ 4 കപ്പിൾസ് ഉണ്ടായിരുന്നു. നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അവർ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. പുറത്തുനിന്നുള്ള ഈ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരളം പോലെയൊക്കെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഇതാണ് അവോനാങ് വില്ല. ഇത് അവോനാങ്ങിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാനുണ്ട്. ഈ വെൽക്കം ഡ്രിങ്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പുളിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു റൂം തന്നെയായിരുന്നു. തൊട്ടടുത്ത് ബീച്ച് വരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ്. പിന്നെ അതേ ചെറിയൊരു ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കൊട, ചെരുപ്പ്, പിന്നെ വെയിങ് മെഷീൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട്. റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നേരെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള എൻട്രി ആണേ. റൂമിലൊന്ന് സെറ്റിലായിട്ടൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഏട്ടൻ്റെ കൈ തട്ടിയിട്ട് ഇൻസ്റ്റാക്സിലെ ഒരു ഫിലിം അറിയാണ്ട് വേസ്റ്റ് ആയിപ്പോയി. ആ ഒരു മുഖഭാവമാണ് കേട്ടോ നേരത്തെ കണ്ടത്. ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയും സമയം വൈകിക്കാതെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ലഞ്ച് കഴിക്കാൻ വളരെയധികം വിശന്നിട്ട് ഇരിക്കുകയായിരുന്നു. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 4:15 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് ജസ്റ്റ് ഒരു 100 meters നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് എത്തും. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്തേക്കൊന്നും പോകാൻ നോക്കിയില്ല. ഇവിടെ തന്നെ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. വിശപ്പിൻ്റെ വിളി അമ്മാതിരി കൂടിയിട്ടുണ്ടായിരുന്നു. തായ്ലൻഡിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 ഐറ്റംസാണ്. ഒന്ന് ഫ്രൈഡ് റൈസും പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിർ ഫ്രൈ ചിക്കൻ വിത്ത് ബേസിൽ ലീവ്സ്. ഇവിടുന്നും ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ റോളും പിന്നെ ജ്യൂസും ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ച ശേഷം അവിടെ അടുത്ത് തന്നെയുള്ളൊരു ട്രാവൽ ആൻഡ് ടൂർ ഏജൻസി പോയിട്ട് ക്രാബി ടു ഫുക്കറ്റിലേക്ക് നെക്സ്റ്റ് ഡേക്ക് ഒരു ടാക്സി ബുക്ക് ചെയ്തു. എന്നിട്ട് തിരിച്ച് സ്റ്റേയിലേക്ക് തന്നെ വന്നു. ഏകദേശം സൺസെറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേയുടെ നേരെ ബാക്കിലാണ് കേട്ടോ ബീച്ച് വരുന്നത്. ഞാൻ എൻ്റെ PG ചെയ്തത് മംഗലാപുരത്താണ്. അവിടെ ആയിരുന്നപ്പോൾ എപ്പോൾ ഫ്രീ ടൈം കിട്ടിയാലും ഞാൻ ബീച്ചിൽ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബീച്ചിൽ പോകുക എന്നുള്ളത്. കോഴ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോൾ ഇവിടെ ബീച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് എന്ന് ബീച്ചിലേക്ക് വരാനൊരു ചാൻസ് കിട്ടിയാലും ഞാനത് മിസ്സാക്കാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
ഇവിടുന്ന് നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ തന്നെ ഞങ്ങൾക്ക് കിട്ടി. സ്കൈ ഒക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അവിടെയുള്ള ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരു 6:30 ആയപ്പോഴത്തേക്കും അവിടെ ഫയർ വർക്കൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ ചുറ്റുവട്ടം കാണുന്നതൊക്കെ തൽക്കാലം നിർത്തി വെച്ചിട്ട് കുറച്ച് നേരം ഫയർ വർക്കൊക്കെ കണ്ടിരുന്നു. ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഫയർ വർക്ക്. രാത്രിയായപ്പോൾ എല്ലായിടത്തും ലൈറ്റ്സും കൂടെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി നടന്നതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു. ഇനി സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്ന് ഇറങ്ങാനുണ്ട്. അങ്ങനെ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനായിട്ട്. ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ആദ്യം നോക്കിയത് വെള്ളത്തിന് തണുപ്പുണ്ടോ എന്നുള്ളതാണ്. നോക്കുമ്പോൾ ഒട്ടും തണുപ്പുണ്ടായിരുന്നില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെള്ളത്തിൽ കുറേ നേരം ഇരിക്കാൻ പറ്റി. അങ്ങനെ പൂളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടോ. റൂമിലേക്ക് വരുന്ന വഴിയിൽ എനിക്കൊരു പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാനത് ചെവിയിൽ വെച്ചു എന്നേ ഉള്ളൂ. ചെമ്പരത്തി കിട്ടിയില്ലെന്ന് ആരും ചോദിക്കരുതേ. പുറത്തേക്ക് പോണതിൻ്റെ മുന്നേ ഇവിടെ ബീച്ച് സൈഡ് ഫേസ് ചെയ്യുന്ന കുറച്ച് വില്ലാസ് ഉണ്ട്. അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം ബീച്ച് വ്യൂ കിട്ടുന്ന രീതിയിൽ വില്ല ബുക്ക് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ട്രീസൊക്കെ ഒരുവിധം ആ ഒരു ബീച്ച് വ്യൂ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പൂൾ സൈഡ് ഫേസ് ചെയ്യുന്ന വില്ലാസ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അത് ബുക്ക് ചെയ്തത്. വൈകുന്നേരം ബീച്ചിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഊഞ്ഞാലൊന്നും തന്നെ ഫ്രീ ആയിരുന്നില്ല. ഇപ്പോൾ ഫ്രീ ആയപ്പോൾ ഞാൻ ചാടി കയറി അതിലിരുന്നു. പക്ഷേ വെള്ളം നല്ലോണം ഉള്ളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ തായ് പാൻ കേക്ക് അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് ഒരു തായ് പാൻ കേക്ക് ഓർഡർ ചെയ്തു. ബനാന പ്ലസ് ന്യൂട്ടെല്ല ഉള്ളതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങി കഴിച്ചത്. ഇതും എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പാൻ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ സ്റ്റേയിലേക്ക് തന്നെ വന്നു. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങളൊരു ചിക്കൻ സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മോക്ടെയിലും ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഈ ബ്രാൻഡഡ് പ്രോഡക്ട്സിൻ്റെ ഫസ്റ്റ് കോപ്പിയും സെക്കൻഡ് കോപ്പിയും തേർഡ് കോപ്പിയും ഒക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. ഈ കടയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ബ്രേസ്ലെറ്റ് എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒരുപാട് ഉള്ളിലുള്ള സ്ട്രീറ്റിലെ ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ റോഡ് സൈഡിലുള്ള ഷോപ്പിലാണ് കേട്ടോ എനിക്ക് റേറ്റ് കുറവായിട്ട് തോന്നിയത്. അതുകൊണ്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് പിന്നെ ബാർഗെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കിയിട്ട് വേണേൽ മേടിക്കാനായിട്ട്. തായ്ലൻഡ് എത്തിയപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കേണ്ടതാണ് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. നമ്മളുടെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ടേസ്റ്റിൽ വല്ല ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ച് അധികം ഉണ്ടായിരുന്നു, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കുടിച്ച് തീർക്കാൻ എന്തായാലും പറ്റിയില്ല. ബാക്കി ഏട്ടനാണ് കുടിച്ച് തീർത്തത്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. മിക്സഡ് ഫ്രൈഡ് റൈസാണ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് നല്ല പീസ്ഫുൾ ആയിട്ട് തന്നെ കിടന്നുറങ്ങി. ആവനം വില്ലയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ കുറച്ച് വെയിൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ കരിഞ്ഞു പോണ പോലെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അധികം നേരം അവിടെ ഇരുന്നില്ല. കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ ഞാൻ കയറിപ്പോയി. അങ്ങനെ നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ബയോകെ സ്കൈ ഹോട്ടലിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്രയ്ക്ക് തന്നെ ഫുഡ് ഓപ്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഫുഡ് ഐറ്റംസും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് ബീച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല എൻജോയ് ചെയ്ത് തന്നെ ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബീച്ചിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ അത്ര റഷൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഊഞ്ഞാൽ ഫ്രീ ആണെന്ന് കണ്ടപ്പോൾ വേഗം റൂമിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നു ഫോട്ടോ എടുക്കാൻ. എനിക്ക്
സീഷെൽസ് കളക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ കുറേ സീഷെൽസ് കണ്ടപ്പോൾ നല്ലത് നോക്കിയിട്ട് ഞാൻ കുറച്ച് പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി തിരിച്ച് റൂമിലേക്ക് പോകണം. ചെക്കൗട്ട് ചെയ്യാനായിട്ട് സമയമായി. അങ്ങനെ ബാഗും പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. എവിടെ ചെന്നാലും എനിക്കൊരു പൂ കിട്ടുന്നുണ്ട് കേട്ടോ. ചെക്കൗട്ട് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് പോകുന്നത് ഐലൻഡ് ഹോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ലഗേജൊക്കെ റിസപ്ഷൻ ഏരിയയിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഐലൻഡ് ഹോപ്പിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ കോമൺ ബാത്റൂമിൽ ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ടാക്സി ബുക്ക് ചെയ്തത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം എടുക്കേണ്ടത് കണ്ടപ്പോൾ ആ ഒരു സമയം ആനന്ദകരമാക്കാനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പൂ വെച്ചുകൊണ്ടാണ് എന്താണെന്നറിയില്ല, കുറേ വണ്ടൊക്കെ പാറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഐലൻഡ് ഹോപ്പിങ്ങിനാണ് പോകുന്നത്. ഞങ്ങൾ ഗെറ്റ് യുവർ ഗൈഡ് വഴി ഒരു ലോങ് ടെയിൽ പ്രൈവറ്റ് ബോട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഓപ്ഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൂക്കിലുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ബെറ്റർ വൺ ഗെറ്റ് യുവർ ഗൈഡിൽ നിന്ന് കിട്ടിയപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾ ഈവനിങ് സ്ലോട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തത്, സൺസെറ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവർ നമ്മളെ 4 ഐലൻഡ്സിലേക്കും കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് ടെയിൽ ബോട്ട്. നല്ല ബ്ലൂയിഷ് ഗ്രീൻ കളറിലുള്ള വെള്ളമാണ് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ രാത്രിയാകുമ്പോൾ വെള്ളം നല്ലോണം ഉള്ളിലേക്ക് കയറി വരും കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബീച്ചിലേക്ക് എത്തും. അതിൻ്റെ പേര് റെയിലി ബീച്ച് എന്നാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മഞ്ഞുമേൽ ബോയ്സ് സിനിമയാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ ഇതാണ് റെയിലി ബീച്ച്. കുറേ ചെറിയ മീനുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നിന്നില്ല. ഏട്ടൻ കുറേ നേരമൊക്കെ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. 1-2 എണ്ണത്തിനൊക്കെ ഏട്ടന് കിട്ടും ചെയ്തു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പരിപാടിയായിട്ടുള്ള സീഷൽ പെറുക്കലിൽ ഞാൻ മുഴുകിയിരിക്കുകയായിരുന്നു. 1-2 എണ്ണമൊക്കെ നല്ലത് എനിക്കും കിട്ടി. അങ്ങനെ റെയിലി ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ഐലൻഡിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അതെ നമ്മൾ സെക്കൻഡ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ചിക്കൻ ഐലൻഡ്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നേരം സ്നോർക്ലിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ സ്നോർക്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡമാനിൽ ചെന്നപ്പോഴാണ്. അവിടുന്ന് സ്നോർക്ലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ മീനുകളുണ്ട്. അപ്പോൾ കഴിക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തപ്പോൾ കൂട്ടം കൂടിയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നോർക്ലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കയറി ചേഞ്ച് ചെയ്യാനായിട്ട് ഡ്രസ്സ് കയ്യിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് ലെങ്ത് അധികമുള്ള ടവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ദേ നമ്മൾ തേർഡ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ടുപ്പ് ഐലൻഡ്. ഇവിടെ വെള്ളം ഭയങ്കര ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സൺസെറ്റ് ടൈം ആയത് കാരണം വലിയ കാര്യമായിട്ട് എനിക്ക് വീഡിയോസിൽ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഭയങ്കര ട്രാൻസ്പെറൻറ്റ് വെള്ളം തന്നെയായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആളാണ് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ദേ ഇതാണ് ആശാൻ. നല്ല അടിപൊളി മനുഷ്യൻ കേട്ടോ. എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. സമയം ഏകദേശം 5:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡിന്നറായിട്ട് അവർ നമുക്ക് സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഐലൻഡിലേക്ക് വന്നു. ഇവിടെ നിന്നാണ് സൺസെറ്റൊക്കെ കാണാൻ പോകുന്നത്. ഇതാണ് പോഡ് ഐലൻഡ്. ഇവിടുത്തെ വെള്ളം ഒന്നും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ രാത്രിയാകും വെള്ളം നല്ലോണം ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. റിസ്ക് എടുത്തില്ല, അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൺസെറ്റൊക്കെ കണ്ട് കുറച്ചധികം നേരം തന്നെ ആസ്വദിച്ചിരുന്നു. അങ്ങനെ കുറച്ച് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ടു. ഇന്ന് ഫുൾ മൂണാണ്. ഇവിടെ തായ്ലൻഡിൽ എല്ലാ വർഷവും ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ലോയ് ക്രാത്തോങ് എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ഇന്നാണ് കേട്ടോ. ഐലൻഡ് ഹോപ്പിംഗ് കഴിഞ്ഞിട്ട് ഫ്രഷനപ്പ് ആവാൻ വേണ്ടിയിട്ട് തിരിച്ച് ആവനാങ് വില്ലയിലേക്ക് തന്നെ പോയി. ഇത് ലാൻഡേൺസ് ആണ്. അങ്ങനെ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫുക്കറ്റിലേക്ക് വന്നു. ഫുക്കറ്റിൽ പാൻ ഫ്രീ റെസിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രാബിൽ നിന്ന് ഫുക്കറ്റിലേക്ക് ഓൾമോസ്റ്റ് ഒരു 2.5 hours ഉണ്ട് ടാക്സിയിൽ. ഇതാണ് ഞങ്ങളുടെ റൂം. 2 ബാൽക്കണിയൊക്കെ ആയിട്ട് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളൊരു 10:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒന്ന് സെറ്റിൽ ആയതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് പഡ് തായ് ആണ് കേട്ടോ. തായ്ലൻഡിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ഞാനത് കുറച്ചേ കഴിച്ചുള്ളൂ. എന്നിട്ടൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് വാങ്ങി കുടിച്ചത്. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ അടുത്തുള്ള 7-Elevenലേക്കാണ് കേട്ടോ പോയത്. അവിടുന്ന് ഞാനൊരു സ്ട്രോബെറി ബ്രെഡ് വാങ്ങിയിട്ട് കഴിച്ചു. പിന്നെ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. ഫുക്കറ്റിൽ സെക്കൻഡ് ഡേ ആണ്. രാവിലെ ഏകദേശം ഒരു 6:30 സമയം. പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാൻ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഇൻഫിനിറ്റി പൂളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമിൽ പോയി റെഡി ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. നമ്മൾ നെക്സ്റ്റ് പോകുന്ന സ്ഥലത്തേക്ക് ക്രാബിയിൽ നിന്ന് വിചാരിച്ച ടൈമിന് ഫ്ലൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഫുക്കറ്റ് വന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സിംഗപ്പൂർക്കാണ്. തായ്ലൻഡിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചാൻസ് ഇവിടെ വരാൻ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ വരും. തൽക്കാലം ഇവിടുത്തെ നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് നമുക്ക് തായ്ലൻഡിനോട് ബായ് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിംഗപ്പൂർ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.